ജീവൻ പണയം വെച്ച് പിടികൂടുന്ന പാമ്പുകളുമായി വളണ്ടിയർമാർ പെരുവഴിയിൽ. പ്രതിഫലമില്ലാതെ സേവനം ചെയ്യുന്ന മലയോരത്തെ സ്നേക്ക് റെസ്ക്യൂ വളണ്ടിയർമാരാണ് വനം വകുപ്പിന്റെ അനാസ്ഥ മൂലം ദുരിതത്തിലായിരിക്കുന്നത്. വിഷപ്പാമ്പുകളെ പിടികൂടി മലയോര മേഖലകളിൽ ജനങ്ങളുടെ ജീവന് കാവലാളാവുന്ന സ്നേക്ക് റെസ്ക്യൂ വളണ്ടിയർമാരാണ് കടുത്ത പ്രതിസന്ധിയിലായിരിക്കുന്നത്. താമരശ്ശേരി ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലുള്ള മുക്കം മേഖലയിലെ അംഗീകൃത പാമ്പുപിടുത്തക്കാരാണ് വനംവകുപ്പിൻ്റെ കടുത്ത അനാസ്ഥയ്ക്കെതിരെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. സ്വന്തം ജീവൻ പണയം വെച്ച് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ പിടികൂടുന്ന വിഷപ്പാമ്പുകളെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വന്ന് ഏറ്റെടുക്കാൻ തയ്യാറാവുന്നില്ലെന്നാണ് ഇവരുടെ പ്രധാന പരാതി. സർക്കാരിൻ്റെ സർപ്പ ആപ്പ് വഴി രജിസ്റ്റർ ചെയ്ത് നിയമപരമായ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് ഈ വളണ്ടിയർമാർ പാമ്പുകളെ പിടികൂടുന്നത്. എന്നാൽ പാമ്പിനെ പിടികൂടാൻ പോകുമ്പോഴും പിടിച്ച ശേഷവും കൃത്യമായ വിവരങ്ങൾ ആപ്പിൽ അപ്ലോഡ് ചെയ്യണം. ഇങ്ങനെ നിയമം കൃത്യമായി പാലിച്ചിട്ടും പിടികൂടിയ പാമ്പുകളെ വനംവകുപ്പ് വന്ന് കൊണ്ടുപോകുന്ന പതിവ് ഇപ്പോൾ പാടെ നിലച്ചിരിക്കുകയാണ്. മറ്റ് ജോലികൾ ചെയ്ത് ജീവിക്കുന്ന ഈ വളണ്ടിയർമാർക്ക് ഈ ഒരു സേവനത്തിന് യാതൊരുവിധ പ്രതിഫലവും ലഭിക്കുന്നില്ല. ഇതിനിടെയാണ് പിടികൂടിയ പാമ്പുകളെ മുക്കത്ത് നിന്നും 25 കിലോമീറ്റർ അധികം ദൂരമുള്ള താമരശ്ശേരി റേഞ്ച് ഓഫീസിൽ സ്വന്തം ചിലവിൽ എത്തിക്കേണ്ട അവസ്ഥ വരുന്നത്. സ്വന്തം കാശുമുടക്കി ജീവൻ പണയം വെച്ചാണ് തങ്ങൾ ജനങ്ങളെ സഹായിക്കാൻ പോകുന്നതെന്നും പക്ഷേ പാമ്പിനെ പിടിച്ചു കഴിഞ്ഞാൽ വനംവകുപ്പ് അധികൃതർ വന്ന് കൊണ്ടുപോകാറില്ലെന്നും താമരശ്ശേരി വരെ വണ്ടി ഓടിച്ചു കൊണ്ടുപോയി കൊടുക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളതെന്നും സ്നേക്ക് റെസ്ക്യൂ വളണ്ടിയറായ ബാബു വെള്ളങ്ങൽ പറഞ്ഞു. ഇതിപ്പോൾ രണ്ടും പാമ്പുകളാണ്, പെരുമ്പാമ്പ. ഇതൊന്ന് കൊടിയത്തൂരിന്നും ഒന്ന് ചെറുവാടിൽ നിന്നും പിടിച്ച കാരശ്ശേരിയിൽ നിന്നും. ഞങ്ങളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന പാമ്പുകൾ. ഇത് മാത്രമല്ല, മൂർഖനെ പോലത്തെ പാമ്പുകളുണ്ട്, ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് റെസ്ക്യൂ ചെയ്താൽ നമുക്ക് കൊണ്ടുപോയിടാൻ താമരശ്ശേരി പോലത്തെ ഫോറസ്റ്റ് ഓഫീസുകളുണ്ട്. അപ്പോൾ അവർ വരുന്നില്ല എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു വലിയ പ്രശ്നം. ഇപ്പോൾ 23 കിലോമീറ്ററോളം ഓടിയിട്ടാണ് ഞങ്ങളിത് കൊണ്ടുകൊടുക്കുക. ഈ 2-3 പാമ്പുണ്ട് നമുക്ക് കൊണ്ടുകൊടുക്കുന്നില്ല. പോലെ വിളിച്ചാൽ ഒരു നമുക്ക് തക്കായ ഒരു മറുപടി തരുന്നില്ല. അപ്പോൾ എന്നെപ്പോലത്തെ ആൾക്കാർ, ഞാൻ ഇപ്പോൾ 4 വർഷമായിട്ട് സ്നേക്ക് റെസ്ക്യൂയുടെ സർപ്പ വളണ്ടറായിട്ട് സേവനം അനുഷ്ഠിക്കുന്ന ആളാണ്. അപ്പോൾ ഇത് ഉപേക്ഷിക്കാനുള്ള തീരുമാനത്തിലപ്പോൾ നമ്മളുള്ളത്. ആവശ്യം നമ്മൾ റെസ്ക്യൂ ചെയ്യുന്ന പാമ്പുകളെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറാവണം എന്നുള്ളതാണ്. വനംവകുപ്പിൻ്റെ ഈ കടുത്ത അവഗണന കാരണം ഈ മേഖലയിലെ റെസ്ക്യൂ പ്രവർത്തനങ്ങളിൽ നിന്ന് തന്നെ പിന്മാറേണ്ടി വരുന്ന അവസ്ഥയിലാണ് വളണ്ടിയർമാർ. മലയോര മേഖലകളിൽ ജനവാസ കേന്ദ്രങ്ങളിൽ പാമ്പുകൾ ഇറങ്ങുന്നത് പതിവായ സാഹചര്യത്തിൽ അധികാരികളുടെ ഈ അവസ്ഥ വരും ദിവസങ്ങളിൽ വലിയ അപകടങ്ങൾക്കും കാരണമായേക്കും. എത്രയും പെട്ടെന്ന് വനംവകുപ്പ് അധികൃതർ ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെയും സർപ്പമിത്ര വളണ്ടിയർമാരുടെയും ആവശ്യം. വീഡിയോ ജേർണലിസ്റ്റ് റഫീഖ് തോട്ടുമുഖത്തിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.